കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലിനിക്കിൽ ഒരാൾ വാട്സിനായിട്ട് മരുന്ന് മേടിക്കാൻ അരിമ്പാറയ്ക്ക് മരുന്ന് മേടിക്കാനായിട്ട് വന്നു. പുള്ളിയുടെ ഒരു സുഹൃത്തിനായിട്ടാണ് മരുന്ന് മേടിക്കാൻ വന്നത്. ഓക്കെ, അപ്പം പുള്ളി വന്നു, ശരി, മരുന്ന് കൊടുത്തു, വിട്ടു. അപ്പം മരുന്ന് മേടിക്കാൻ വരുമ്പോൾ പുള്ളി പറയുന്നത്, പുള്ളിക്ക് ജസ്റ്റ് ആ ഒരു മരുന്ന് തന്നാൽ മതി എന്നുള്ള രീതിക്ക് പറയാം. നമ്മൾ ഈ സാറിന് മെഡിക്കൽ സ്റ്റോറിൽ പോയി പറയത്തില്ല. അപ്പോൾ ഞാൻ പറയും, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, കുഴപ്പമില്ല, കൺസൾട്ടേഷനൊന്നും മേടിക്കത്തില്ല, ജസ്റ്റ് കാര്യം പറയുക, അതിനനുസരിച്ചുള്ള ബേസിക് ആയിട്ടുള്ള മെഡിസിൻ തരാം എന്നുള്ള രീതിക്ക് പറഞ്ഞു. പുള്ളിക്ക് മരുന്ന് കൊടുത്തു വിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം അപ്പോൾ ഇതേ ആൾ തിരിച്ചു വരികയാണ്. തിരിച്ച് വന്നിട്ട് ഞാനല്ല എൻ്റെ സ്റ്റാഫിനോട് പറയുകയാണ്, വെളിയിൽ പുരട്ടാനുള്ള മരുന്ന് മാത്രം മതി, അകത്ത് കഴിക്കുന്നത് കിഡ്നിക്ക് ഡാമേജ് ചെയ്യും, അതുകൊണ്ട് തിരിച്ചെടുത്തോളൂ എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ മെഡിസിൻ കൊടുക്കുന്നത് ബാക്കിയുള്ളവർക്ക് കിഡ്നിക്ക് ഡാമേജ് ആണെങ്കിൽ പിന്നെ നമ്മൾ ഏത് മരുന്ന് കൊടുത്തിട്ട് എന്താ കാര്യം? അപ്പം പുള്ളിയുടെ അറിവില്ലായ്മയായിരിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ഇത്രയും ബാലിശമായിട്ടുള്ള ചില കാര്യങ്ങൾക്കായിട്ട് തർക്കിച്ചിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ആ മരുന്ന് മേടിച്ച് തിരിച്ചിവിടെ വെച്ചു എന്നുള്ളതാണ്. ഓരോരുത്തർക്കും എടുക്കുന്ന മരുന്ന് ഹോമിയോയിൽ സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ തിരിച്ചിവിടെ വാങ്ങിച്ചു വെച്ചേക്കാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഏറ്റവും അതിനെക്കാട്ടി കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി പറഞ്ഞത്, പുള്ളിയുടെ ഈ ഒരു സുഹൃത്ത് ഡോക്ടറെ കാണാൻ പോയ സമയത്ത് പുള്ളി പറഞ്ഞു, ഈ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് ഡാമേജ് വരും, അതുകൊണ്ട് അകത്ത് കഴിക്കാനുള്ള മരുന്ന് തിരിച്ചു കൊടുത്തോളൂ, അത് കഴിക്കണ്ട, വെളി പുരട്ടുന്ന മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തോളൂ, നിങ്ങളുടെ വാട്സ് തന്നെ അത് വേറെ കുഴപ്പമൊന്നുമില്ല, ബെനിഫിറ്റ് ചെയ്യും എന്നുള്ള രീതിക്ക് പുള്ളി പറഞ്ഞത് എന്ന് ഇദ്ദേഹം വന്ന് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയാനായിട്ട് ആ ഒരു സിസ്റ്റത്തിൽ ഉള്ളൊരു ഡോക്ടർ എന്താ അധികാരം എന്നെനിക്കറിയില്ല. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് പഠിച്ചിട്ടുണ്ടോ, റിസർച്ച് എല്ലാം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു അറിവിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ജനറലായിട്ടുള്ളൊരു ടോക്ക് എന്നുള്ള രീതിക്ക് ഒരു പക്ഷേ ഇദ്ദേഹത്തിനോടും പറയുന്നത്. കാരണം പൊതുവേ അവർക്ക് ഈ ഹോമിയോ, ആയുർവേദം അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഒരു ചൊറിച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും പറയുന്നത് ഇത് പ്ലേസിബോ ആണ്, ഇതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. ചില ആൾക്കാർ പറയുന്നത് ലിവറിന് അല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് ആണ്. ഇങ്ങനൊന്നുമല്ല, ഇതൊന്നും സത്യമല്ല. നിങ്ങൾ മെഡിസിൻ മേടിക്കുന്നത് കൃത്യമായിട്ടൊരു ഡോക്ടറിനെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് നിശ്ചയിച്ച് തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇന്ന ഫോമിലല്ല, നമുക്ക് ഇന്ന ഫോമിൽ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അവൈലബിൾ ആക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് തുള്ളി മരുന്ന് വേണ്ട, പിൽസായിട്ട് മതി എന്ന് പറഞ്ഞാൽ പിൽസായിട്ട് എടുക്കാം, പിൽസായിട്ട് വേണ്ട തുള്ളി മരുന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, ടാബ്ലറ്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും പല ഫോമിൽ നമുക്കിത് അവൈലബിളാണ്, അതേ രീതിയിൽ എടുക്കാൻ സാധിക്കും. പിന്നെ ചില ആൾക്കാർക്ക് ചില രീതിയിലായിരിക്കും കൂടുതലായിട്ട് ശരീരത്തിൽ പിടിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് അതിനകത്ത് റിസൾട്ട് കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ പിൽസ് കഴിക്കാൻ ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ടാബ്ലറ്റ് എന്നുള്ള രീതി എടുക്കാം, ലിക്വിഡ് എന്നുള്ള രീതി എടുക്കാം, വേറെ ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് 2-3 കാര്യങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ഉദ്ദേശിച്ചത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരാൾ ഇത് തിരിച്ചുകൊണ്ട് തരുമ്പം ഒരു പൊതുജനം എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് തീരെ ഈ ഒരു ഹോമിയോപ്പതി സിസ്റ്റത്തിനെ കുറിച്ച് അറിയത്തില്ല എന്നുള്ളതാണ് എൻ്റെ കാര്യം. ഓക്കെ, കാരണം അത് കിഡ്നിക്ക് ഡാമേജ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കുമോ? കിഡ്നിക്ക് ഡാമേജ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുമോ? ഒരിക്കലുമില്ല. ഓക്കെ, കിഡ്നിക്ക് ഡാമേജ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ആ പ്രശ്നം മാറാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ മെഡിസിൻ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആദ്യം മാറ്റാം. പിന്നെ രണ്ടാമത്തെ കാര്യം, വേറൊരു സിസ്റ്റത്തിലുള്ള ഒരാൾ ഒരിക്കലും നമ്മുടെ സിസ്റ്റത്തിൽ ഉള്ളൊരു മെഡിസിൻസ് നല്ലതാണ്, ചീത്തയാണ്, ഇന്നത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുള്ളി പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുകയാണ് ഇത് ശരിയല്ല, ഇന്ന രീതിയിൽ കഴിക്കണം, അപ്പം വേറെ പ്രശ്നമില്ലാതെ പറഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പം ഞാനിപ്പോൾ അലോപ്പതി മെഡിസിൻസ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ശരിയല്ല അല്ലേ? നമുക്ക് ഇന്ന രീതിയിലാണ് മെഡിസിൻ കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നിന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടതാണ്. സോ തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിർദ്ദേശങ്ങൾ
അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യാം. ഞാൻ പേഴ്സണലായിട്ട് തീർച്ചയായും ഓരോരുത്തർക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. ഏതൊരു നല്ലൊരു ശുഭനായിരുന്നു. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഫൈൻ, സ്റ്റേ ഇൻഫോംഡ്. താങ്ക് യു.